ചെടികളെ എനിക്ക് വളരെ ഇഷ്ടമാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അധികം ഇൻഡോർ പ്ലാന്റുകളൊന്നും ഇല്ല കേട്ടോ. എന്തോ അതിന് ഞാൻ അങ്ങനെ സമയം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചുള്ള ഇൻഡോർ പ്ലാന്റുകളൊന്ന് എല്ലാം ഒന്ന് പൊടി തട്ടി കുറച്ച് വെള്ളമൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഉള്ളിൽ വെച്ചേക്കുന്ന ചെടികൾ. നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ 3-4 ചെടികളേ ഉള്ളൂ. അത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം തൃശ്ശൂരിൽ നിന്ന് മമ്മി തന്നു വിട്ട ചെടികളാണ് കേട്ടോ. അതിവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇറക്കി വെച്ചത് അതേ പാത്രത്തിൻ്റെ ഷേപ്പിൽ ഇതിന് നന്നായിട്ട് വേര് പിടിച്ച് വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെടികളെക്കാളിലും അതിൻ്റെ വേരിനാണ് കേട്ടോ നല്ല ഭംഗി. നമ്മൾ ഏത് കുപ്പിക്കകത്താണോ വെച്ച് അതിൻ്റെ അതേ ഷേപ്പിൽ ആ വേരുകൾ ഇങ്ങനെ വളർന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്താണെങ്കിലും നമ്മുടെ ചെടി വെച്ചേക്കുന്ന ആ ബോട്ടിലുകളും ഒക്കെ ഒന്ന് കഴുകി അതിലൊക്കെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി ഒന്ന് വെള്ളമൊക്കെ മാറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കയ്യിലുള്ള ചെടികൾ. ഈ ചെടിയാണെങ്കിൽ നാട്ടിൽ നിന്ന് ജസ്റ്റ് വീട്ടിൽ നിന്ന് ചെടിയിലെ കമ്പിങ്ങനെ ഒടിച്ചുകൊണ്ട് വന്ന കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് ഞാനത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പം നോക്കിക്കേ, ഞാൻ ഇട്ട് വെച്ച ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ അതിൻ്റെ വേര് എന്ത് ഭംഗിയായിട്ട് വന്നു. നല്ലൊരു റെഡ്, ഒരു മെറൂൺ കളറിലാണ് കേട്ടോ അതിൻ്റെ വേര് വന്നേക്കുന്നത്. എനിക്ക് അതിൻ്റെ വേര് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുമ്പോൾ ഇതിങ്ങനെ ഞാൻ നോക്കി നിൽക്കും, എങ്ങനെ ഇങ്ങനെ നല്ല തഴച്ച് ഇതുപോലെ അതേ ഷേപ്പിൽ വളർന്നു വന്നെന്ന്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനാക്കി കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും. ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം പോയപ്പം കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന പ്ലാന്റില്ലേ, ഇവിടുത്തുകാരെനിക്ക് തോന്നുന്നു മണി പ്ലാന്റ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞാനിത് ആ ചട്ടിക്കകത്ത് ഒടിച്ച് വെച്ച് അങ്ങനെ വളർന്ന് കിട്ടിയതാണ്. പിന്നെ ബാക്കിയുള്ള സ്പൈഡർ പ്ലാന്റുകളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഗ്ലാസ്സിൽ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പനിക്കൂർക്ക ചെടി നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പനിക്കൂർക്ക എനിക്ക് വേറെയുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. ഈ നമ്മുടെ പനിക്കൂർക്കയിൽ നിന്ന് എക്സ്ട്രാ വളരുന്ന തണ്ടുകളെല്ലാം ഞാനിങ്ങനെ മുറിച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് നല്ല വേര് പിടിച്ചിരിക്കും. പക്ഷെ നമ്മളിത് ഇടയ്ക്ക് നോക്കിയില്ലെങ്കിലുണ്ടല്ലോ, ഈ പാത്രത്തിൻ്റെ താഴെ ഇതിൽ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടും കേട്ടോ. പക്ഷെ എന്നിട്ടൊരു സ്മെല്ല് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. ഇതുണ്ട്, ഇതുപോലെ വേര് പിടിച്ച് വരും കേട്ടോ. പനിക്കൂർക്ക എന്തോ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചെടിയാണ്. പിന്നെ നമ്മുടെ കറിവേപ്പില കുട്ടന്മാർ, കറിവേപ്പിലയുടെ കാര്യം മെയിൻലി നോക്കുന്നത് ചേട്ടായാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പനിക്കൂർക്കയും കറ്റാർവാഴയൊക്കെ നല്ല തഴച്ച് നിൽപ്പുണ്ട് കേട്ടോ.